ഹരേ ഗുരുവായൂരപ്പാ ശരണം. സമാധാനം, സംതൃപ്തി. നാമജപം കൊണ്ട് മനുഷ്യന് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ കാര്യം ഹൃദയ സമാധാനവും സംതൃപ്തിയുമാണ്. അതല്ല, നമ്മുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ്. നാമജപത്തിന്റെ ഏക ലക്ഷ്യമായി നാം കരുതുന്നു എങ്കിൽ നമുക്ക് ഒരിക്കലും ശാന്തിയും സന്തോഷവും നേടാനാവില്ല. ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. പൂന്താനം പാടിയതുപോലെ 10 കിട്ടുകിൽ 100 മതി എന്നും, ശതമാകിൽ സഹസ്രം മതി എന്നും. കരുതുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ നിമിഷം പ്രതി ഉയർന്നു കൊണ്ടേയിരിക്കും. ആ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അവ നമ്മുടെ ദുഃഖ കാരണമായി തീരും. നാമജപം കൊണ്ട് സമാധാനവും സന്തോഷവും ഉണ്ടാകണം എങ്കിൽ യാചനയിൽ കവിഞ്ഞ ഒരു തലം നാമജപം ഉണ്ടാവണം. ഭഗവാനോട് യാചിച്ചിട്ടാണോ നമുക്ക് ഈ അനുഗ്രഹങ്ങൾ തന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ഭഗവാൻ ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. നാം പറയാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അറിയാൻ പര്യാപ്തനാണ് ഭഗവാൻ. അതുകൊണ്ട് നാമം ജപിക്കുമ്പോൾ ഹൃദയം നിർമ്മലമാക്കുക, മനസ്സും അറിവിനപ്പുറം തിരിച്ചറിവുകളിലേക്ക് നടന്നെടുക്കുമ്പോൾ നാം ഒന്നുമില്ല എന്ന് നമ്മളിൽ ചിലരെങ്കിലും മനസ്സിലാക്കിയ സന്ദർഭങ്ങൾ ഉണ്ടാകും. നിറഞ്ഞ മനസ്സോടെ മറ്റൊരാളെ കേൾക്കാൻ തുടങ്ങുമ്പോൾ എല്ലാറ്റിലും നിറഞ്ഞ ഉന്മാബോധത്തെ, സത്യത്തെ നമുക്ക് തിരിച്ചറിയാനാകും. തുറന്ന കണ്ണോടെ നന്നായി കാതോർത്താൽ നമുക്കും അതേ അനുഭവ ഭേദ്യമാകുക തന്നെ ചെയ്യും. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പാ ശരണം.